ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ എടപ്പള്ളി പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത്. വഴി നീളെ ഇതേപോലെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ വലിയൊരു കോമ്പൗണ്ടിൽ കോഴി നേർച്ചയുടെ സ്പേസ് കണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു അതിൽ. ഇതാണ് എടപ്പള്ളി പള്ളിയുടെ മെയിൻ എൻട്രൻസ്. പള്ളി കോമ്പൗണ്ടിലേക്ക് പാർക്കിംഗ് ഫുള്ളായതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞെങ്കിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പള്ളിയിൽ. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ പള്ളിയൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പള്ളിയുടെ മുൻവശത്തായിട്ടാണ് സെൻറ് ജോർജ് പുണ്യാളന്റെ രൂപം വെച്ചിരിക്കുന്നത്. ക്യൂ നിന്ന് നമ്മൾ രൂപമൊക്കെ മുത്തിയായിരുന്നു. എടപ്പള്ളി പള്ളിയിൽ 8ാം പെരുന്നാൾ വരുന്നത് 10ഉം 11ഉം തീയതികളിലാണ്. അതായത് ഈ വരുന്ന ശനിയും ഞായറും തീയതികളിലായിട്ടാണ്. അപ്പോൾ എടപ്പള്ളി പള്ളി തിരുനാളിന് പോകാത്തവരുണ്ടെങ്കിൽ ഈ ഒരാഴ്ചയിൽ നമുക്ക് പള്ളി പോകാവുന്നതാണ്. പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വലിയൊരു ക്യൂ ആയിരുന്നു നമ്മൾ നിന്നിരുന്നത്. നമ്മൾ ഈ ക്യൂ ഒക്കെ നിന്ന് വിശുദ്ധൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അപ്പോൾ വിശുദ്ധൻ്റെ രൂപമൊക്കെ മുത്തി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മലര് നേർച്ചയായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പുതിയ പള്ളിയിലേക്ക് പോകുന്നത്. നമ്മുടെ പുതിയ പള്ളിയും നല്ല അടിപൊളിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും രാത്രി 9 മണിക്ക് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ കുറച്ചു നേരം നമ്മളവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ കാണാനായിട്ട്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയുടെ സൈഡിൽ കൂടി ഇറങ്ങുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ അടിമ കഴിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു. അത്ഭുത കിണറിൽ നിന്ന് വെള്ളവും കോരി കുടിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാഴ്ചകൾ കാണാനായിട്ട് തിരിഞ്ഞത്. നമ്മൾ എടപ്പള്ളി പള്ളി പെരുന്നാളിന് പോകുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് ഈ 2 വശമുള്ള പെരുന്നാൾ കച്ചവടം. കാര്യമായിട്ടൊന്നും മേടിച്ചില്ലെങ്കിലും ഇങ്ങനെ കടകളുടെ സൈഡിൽ കൂടിയൊക്കെ നടക്കാൻ നല്ലൊരു രസം തന്നെയാണ്. ഭയങ്കര നൊസ്റ്റു ഫീലിംഗ് ആണ് നമുക്ക് ഈ കടകളുടെ സൈഡിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ. ഒരു വശത്ത് മെയിനായിട്ട് കളിപ്പാട്ടങ്ങളും പാത്രങ്ങളും വളകളും കമ്മലും മാലയൊക്കെ ആണെങ്കിൽ മറ്റേ സൈഡിലായിട്ട് കൂടുതലും ഫുഡ് ഐറ്റംസ് ആയിരുന്നു. എല്ലാ പ്രാവശ്യവും പെരുന്നാളിന് പോകുമ്പോൾ മുടങ്ങാതെ മേടിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, കോളിഫ്ലവർ ഫ്രൈ. അത് ഇപ്രാവശ്യവും മേടിച്ചായിരുന്നു. പിന്നെ ആലിമോൾക്ക് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തായിരുന്നു. ഒക്കെ കഴിഞ്ഞ് വിശുദ്ധൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ച് നമ്മൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവട കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.